എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പ്രകാരം വീഡിയോയിൽ വരുവാൻ കർത്താവ് സഹായിച്ചു. ഈ ചെറിയ സന്ദേശത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്ന തിരുവഴുത്തിലെ അത്ഭുത കല്ലറകൾ എന്നുള്ള ഒരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധ ഈ ചെറിയ സന്ദേശത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ. ഒരു ആത്മീയ ഉത്തേജനം, ഒരു ആത്മീയ വർധനവ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ആശ്വാസവും വിടുതലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിന്മേലും നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിന്മേലും കർത്താവ് നൽകട്ടെ. ഈ വചനം അങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാൻ ഈ സന്ദേശത്തിലേക്ക് കടക്കട്ടെ. നമുക്ക് ചിന്തിക്കേണ്ട വിഷയം തിരുവഴുത്തിലെ അത്ഭുതകരമായ 4 കല്ലറകളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, കല്ലറകൾ, നമുക്ക് പൊതുവിലുള്ള കല്ലറകളെ, നമുക്ക് ചെറുതും വലുതുമായിരിക്കുന്ന കല്ലറകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുരാവസ്തു ഗവേഷകർക്ക് വിലയേറിയതായ അമൂല്യമായ ഒരു സമ്പത്താണ് പുരാതനമായിരിക്കുന്ന കല്ലറകൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേകരുടെ കല്ലറകളിൽ ഇന്ന് നിധികളൊക്കെ, സ്വർണം നിധികളാക്കിയൊക്കെ വെച്ചിരിക്കുന്ന കല്ലറകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 നിലയിൽ നമുക്ക് അത്ഭുതകരമായ കല്ലറകളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്ന്, ലോകാത്ഭുതങ്ങളായിരിക്കുന്ന കല്ലറകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. 2, തിരുവഴുത്തിലെ അത്ഭുതകരമായ കല്ലറകളെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. നമുക്ക് ഇന്ത്യയിലുള്ള പ്രത്യേകമായ ഒരു കല്ലറ എന്ന് പറയുന്നത് കർണാടകയിലാണെന്ന് എനിക്ക് തോന്നുന്നു. 8000 പടയാളികളെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ രൂപങ്ങൾ, പടയാളികളുടെ രൂപങ്ങൾ 8000 അങ്ങനെ മൺരൂപങ്ങൾ സൈന്യമായിട്ട് ഈ കല്ലറയെ സൂക്ഷിക്കുന്ന നിലയിൽ വലിയ ബൃഹത്തായ ഒരു കല്ലറ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് ഇന്ത്യയിലെ നമുക്ക് തെക്കൻ സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ലോകാത്ഭുതങ്ങളായിരിക്കുന്ന കല്ലറകളാണ് നമുക്ക് ഈജിപ്തിലെ ഫറവോന്റെ മമ്മികളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന വലിയ പിരമിഡുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഉണ്ടാക്കിയതും അതിന്റെ പണികളൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലോകാത്ഭുതങ്ങളായി ഇന്ന് 7 അത്ഭുതങ്ങളിലെ ഒന്നാണ് ഈജിപ്തിലുള്ള കല്ലറകൾ, അതായത് പിരമിഡുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ ലോകത്തിലെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ എന്ന് പറയുന്നത്. ഷാജഹാൻ തന്റെ ഭാര്യയായിരിക്കുന്ന പ്രണയിച്ച് വിവാഹം കഴിച്ച മുംതാസിന് വേണ്ടി തന്റെ മരണത്തിൽ അതിന്റെ ഓർമ്മയ്ക്കായി ആ ശവകുടീരം എന്താക്കി തീർത്തു. വലിയ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി തീർന്ന വലിയ സംവിധാനം, കല്ലറ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ പല നിലകളിലൊക്കെ അവരുടെ ശക്തി തെളിയിക്കുന്ന, പ്രതാപത്തെ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവർ കലകളെ പ്രോത്സാഹിപ്പിക്കുകയും തങ്ങളുടെ കാലത്ത് വലിയ കലകളെ ഞങ്ങളുടെ രാജ്യത്ത് ഉണ്ടായി എന്നൊക്കെ വിളിച്ചറിയിക്കാൻ കഴിയുന്നതായ കാര്യങ്ങളാണ് എന്ന് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങളുണ്ടോ എന്ന് നോക്കി നമ്മളത് ചിന്തിക്കുന്നില്ല. എന്തായാലും ഈ ഈജിപ്തിലെ പിരമിഡുകളും ആഗ്രയിലുള്ള താജ്മഹലും ഒക്കെ ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ശവകുടീരങ്ങളാണ്. അപ്പോൾ കല്ലറകളെ എന്ന് പറയുന്നത് ശരീരത്തെ അടക്കുന്നതിനെയാണ് കല്ലറകൾ എന്ന് പറയുവാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്, മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. മഹാന്മാരുടെ ഒത്തിരി കല്ലറകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പൂവിട്ട്, അതുപോലെ തന്നെ തിരികൾ കത്തിച്ച്, പല നിലകളിലൊക്കെ അവരുടെ മരണ ദിവസത്തെയൊക്കെ അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ആദരിക്കുവാനൊക്കെ ആയിട്ട് പല ചടങ്ങുകൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി തിരുവഴുത്തിലെ 4 കല്ലറകൾ എന്ന് പറഞ്ഞാൽ 4 കല്ലറകളാണെന്ന് നമ്മൾ പറയുവാനിടയായി തോന്നും. ഒന്ന് ഏലീശായുടെ കല്ലറയാണ്. എലീശയുടെ കല്ലറകളെ കുറിച്ച് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം, രണ്ടാമത്തെ രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ 20-21 ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എലീശ മരിച്ചു. അവനെ അടക്കിയ കല്ലറയായിരുന്നു. ഒരു വ്യക്തി മരിച്ചപ്പോൾ ആ വ്യക്തിയെ അടക്കുവാനായിട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ അവരുടെ ശത്രു രാജ്യക്കാരെ ഇവരെ ആക്രമിക്കാൻ വരുന്നത് കണ്ട് ആ മരിച്ച ശവശരീരം എലീശായുടെ കല്ലറയിൽ അടക്കുവാനായിട്ട് വലിച്ച് എറിഞ്ഞ് അവർ ഓടുവാനായിട്ട് ഇടയായി. എലീശയുടെ അസ്ഥികൾ തൊട്ടപ്പോൾ, അസ്ഥികളിന്മേൽ ആ ശവശരീരം തൊടുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ ആ ശവശരീരം, മരിച്ച ആ ശരീരം എന്ത് ചെയ്തു? ജീവൻ വെച്ച് ജീവനോടെ അവരുടെ പിന്നാലെ ഓടിയതായിട്ട് നമുക്ക് ആ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു അത്ഭുതം നടന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. തന്റെ ഗുരുവായിരിക്കുന്ന, പ്രവാചകനായിരിക്കുന്ന ഏലിയാവിനോട് താൻ മരണത്തിന്റെ ആ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ താൻ അവനെ വിടാതെ പിൻപറ്റുന്ന എലീശയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ മരിക്കാൻ പോവുകയാണ്, നീ എന്നെ വിട്ടു പോയിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പോകാതെ പുറകെ നടന്നു. അപ്പോൾ അവനോട് ഏലിയാവ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ എലീശ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം എന്ന് പറയുവാനായിട്ട് നമുക്കവിടെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ നീ ചോദിച്ച കാര്യം പ്രയാസമാണ്. കാരണം പരിശുദ്ധാത്മാവിനെ അത്ര, അവന്റെ മേലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പകർന്ന ആത്മാവിനെ അത്ര അവൻ ചോദിക്കുവാനായിട്ട്, നീ ചോദിച്ച കാര്യം എന്താണ്? പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുന്നുവെങ്കിൽ നീ അത് പ്രാപിക്കുവാനായിട്ട് ഇടയാം. അങ്ങനെ ഏലിയാവ് പറഞ്ഞത് അതുപോലെ രാവും പകലും
അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ കാഴ്ച കാണേണ്ടതിന് രാവും പകലും അവൻ വളരെ ശ്രദ്ധയോടെ തന്നെ അനുഗമിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഏലിയാവിന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സമയം എലീശ കാണുവാനൊക്കെ ഇടയായി തീർന്നു. ആ സമയത്ത് തന്റെ മേലെ ആ വാഗ്ദത്തം ഇവൻ ചോദിച്ചതായ പരിശുദ്ധാത്മാവിന്റെ ആ ഇരട്ടി പങ്ക് അവന്റെ മേൽ പകരുവാനായിട്ട് ഇടയായി. തന്റെ ശുശ്രൂഷയ്ക്ക് അത് അനുഗ്രഹമായി തീർന്നു. അപ്പൊ ഇവിടെ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം, ഏലിയാവ് എത്ര അത്ഭുതങ്ങളാണ് ചെയ്തത്, അതിന്റെ ഇരട്ടി അത്ഭുതങ്ങൾ എലീശ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഏലിയാവ് മരിച്ചവരെ ഉയർപ്പിച്ച എണ്ണമുണ്ട്. അപ്പോൾ എലീശ മരിക്കുന്നത് വരെയും ഏലിയാവ് ചെയ്തത് അതേ അളവിൽ തന്നെ മാത്രമാണ് എലീശ ആമെ മരിച്ചവരെ ഉയർപ്പിക്കുവാനിടയായുള്ളൂ. ഇരട്ടി അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിൽ ഇരട്ടി ആളുകളെ എന്ത് ചെയ്യണം, എലീശ ഉയർപ്പിക്കുവാനായിട്ട് ഇടയായി തീരണം. അപ്പൊ ഇരട്ടി ആത്മാവിന്റെ പങ്ക് പ്രാപിച്ചിരിക്കുന്ന എലീശയുടെ ജീവിതത്തിൽ ആ ഇരട്ടി ജീവിതങ്ങളെ ഉയർപ്പിക്കേണ്ട ആ വാഗ്ദത്തവും ആ അഭിഷേകവും തന്റെ മേലെ അങ്ങനെ കിടക്കുമ്പോൾ തന്നെ താൻ മരണപ്പെടുവാനിടയായി. അങ്ങനെ കല്ലറയിൽ അടക്കി. അപ്പോൾ തന്റെ മേലിരിക്കുന്ന അല്ലെങ്കിൽ തന്റെ മേലുള്ള കാര്യം എന്ന് പറയുന്നത് ഇരട്ടി ആളുകളെ ജീവിപ്പിക്കുവാനിടയായി തീരണം. അങ്ങനെയുള്ള ഒരു വാഗ്ദത്തത്തിന്റെ ഉടമയാണ് അവിടെ അസ്ഥികളായി തീരുവാനിടയായി. അവിടെയാണ് ഈ പടയാളികൾ അല്ലെങ്കിൽ ശവം ചുമക്കുന്നവര് ആ ഗുഹയിലാണ്, ആ കല്ലറയിലാണ് അവരെ ആ മരിച്ച ആളെ അടക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. ആ സമയത്താണ് അയാൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുവാൻ ഇടയായി തീരുന്നത്. ഞാനിവിടെ പറയാൻ വന്നത്, അതുകൊണ്ട് നമുക്ക് മരിച്ചവരുടെ അസ്ഥികൾ നമുക്ക് തിരുശേഷിപ്പായിട്ട് വണങ്ങുവാൻ അനുവാദമില്ല. അവിടെ നമുക്ക് അതൊരു തിന്മയായിട്ടാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയാകുന്നത്. മരിച്ചവരുടെ അസ്ഥികളോ തിരുശേഷിപ്പുകളോ എടുത്ത് നമ്മൾ വണങ്ങുവാനായിട്ട് ഇടയാകരുത്. അത് വിജാതീയർ ചെയ്യുന്നതായ ഒരു ആചാരമാണ്, ദൈവം വെറുക്കുന്നതായ ഒരു കാര്യമാണ്. ജെറമിയ പുസ്തകം അതിന്റെ 8-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാലത്ത് യഹൂദ രാജാക്കന്മാരുടെ അസ്ഥികളെയും പ്രഭുക്കന്മാരുടെ അസ്ഥികളെയും പുരോഹിതന്മാരുടെ അസ്ഥികളെയും പ്രവാചകന്മാരുടെ അസ്ഥികളെയും യെരൂശലേം നിവാസികളുടെ അസ്ഥികളെയും ശവക്കുഴിയിൽ നിന്നെടുത്ത് തങ്ങൾ സ്നേഹിച്ചതും സേവിച്ചതും പിൻചെന്ന് അന്വേഷിച്ചതും നമസ്കരിച്ചതുമായ സൂര്യനും ചന്ദ്രനും ആകാശത്തിലെ സർവ്വ സൈന്യത്തിനു മുമ്പാകെ അവയെ നിരത്തിവെക്കും. ആരും അവയെ പെറുക്കി കൂട്ടുകയോ കുഴിച്ചെടുക്കുകയോ ചെയ്യുകയില്ല. അത് നിലത്തിന് വളമായി തീരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതമല്ല എന്ന് ആ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുക. നിലത്തിന് വളമായി തീരേണ്ട കാര്യങ്ങളെ ഓരോ വ്യക്തികളുടെയും പ്രത്യേകമായ നിലകളിലൊക്കെ അസ്ഥികളെടുത്ത് എന്ത് ചെയ്യുക, ആകാശത്തിന് കീഴിൽ സൂര്യന്റെ മുമ്പിലൊക്കെ വണങ്ങി അതിനെ കാര്യങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ അതിന്റെ പുറകിൽ നടക്കുന്നതായ കാര്യങ്ങൾ ഉള്ളത് കണ്ടാണല്ലോ അവർ അതിൽ നിന്ന് എടുത്ത് വെക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവവചനം നമ്മെ അപ്രകാരം അനുവദിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ജീവനുള്ള ദൈവം നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കെ ഇങ്ങനെ ആ ദൈവത്തെ മാത്രം ആരാധിക്കേണ്ടതിനും ആ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കേണ്ടതിനും വ്യവസ്ഥയുണ്ടായിരിക്കെ മരിച്ചവരുടെ അസ്ഥികളും തിരുശേഷിപ്പ് എന്ന കണക്കെ ഭക്തിയോടെ വണങ്ങുന്ന ആചാരം എന്താണ് ദൈവസന്നിധിയിൽ അത് വചനപ്രകാരം വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് വിജാതീയമായ ഒരു ആചാര അനുഷ്ഠാനമാണ്. അത് നമ്മൾ അകർത്തുവാനോ ജീവിതത്തിൽ കൊണ്ടുവരുവാനോ ഇടയാകരുത്. അപ്പോൾ ഞാൻ എലീശായുടെ പ്രവാചകന്റെ കല്ലറയുടെ ആ അസ്ഥികളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാനിടയായി തീർന്നത്. ആ അസ്ഥികളെടുത്ത് യഹൂദന്മാർ ഒരിക്കലും അതിനെടുത്ത് വണങ്ങുവാനോ നമസ്കരിക്കുക പൂജിച്ച് വെക്കാനോ ഒന്നും ഇടയായിട്ടില്ല. അപ്പോൾ നമുക്ക് ഞാൻ ആ കല്ലറ അങ്ങനെ നമ്മൾ ആ കല്ലറ നമ്മെ ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നാം ചോദിക്കേണ്ടതും നാം ആഗ്രഹിക്കേണ്ടതും നാം പ്രാർത്ഥിക്കേണ്ടതും ഈ പരിശുദ്ധാത്മാവിനെ എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ശുശ്രൂഷകളെ ആഗ്രഹിക്കുന്നില്ല, ശുശ്രൂഷ ചെയ്യിക്കുന്ന പരിശുദ്ധാത്മാവിനെ അത്രേ നാം ആഗ്രഹിക്കേണ്ടത്. ഒരാളിൽ കാണുന്ന ശുശ്രൂഷ നല്ലതാണ്, അത് അംഗീകരിക്കാനിടയാകണം. അത് ആ ശുശ്രൂഷകളെ ചെയ്യിക്കുന്ന, അതിനുവേണ്ടി അഭിഷേകം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ അത്രേ നാം ആഗ്രഹിക്കേണ്ടത്. എലീശയുടെ ആഗ്രഹം വളരെ ഉന്നതമായ കാര്യമായിരുന്നു. ഇരട്ടി ആത്മാവിന്റെ പങ്ക് എനിക്ക് വേണം. അത് വളരെ ആത്മാർത്ഥതയുള്ള സത്യസന്ധമായ ദൈവഹിതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ വണ്ണം നൽകി തരാമെന്ന് പറഞ്ഞുവെങ്കിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ ഒന്നാമത്തെ കല്ലറ, തിരുവഴുത്തിലെ ഒന്നാമത്തെ അത്ഭുതകരമായ ഒരു കല്ലറയാണ്. അത് വളരെ ശ്രദ്ധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമത്തേത് മരിച്ച ലാസറിന്റെ കല്ലറ അവനെ ശീലകളാൽ ചുറ്റിക്കൊണ്ട് ആ കല്ലറയിൽ അടക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലാസറിന്റെ ജീവിതത്തിൽ രോഗം വന്നു. വളരെ കഠിനമായ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ അവന്റെ സഹോദരിമാർ യേശുവിനെ അറിയിച്ചു. യേശു വന്നില്ല. മരണം അറിയിക്കുവാനിടയായി തീർന്നു. യേശു കടന്നു വന്നില്ല. അങ്ങനെ 4-ാമത്തെ ദിവസമായപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ലാസറിന്റെ ഭവനത്തിലേക്ക് പോകാം. അപ്പോൾ മരിച്ചതാണല്ലോ. അപ്പോൾ ശിഷ്യന്മാരോട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ മരിച്ചിട്ടില്ല. ഈ ദീനം അല്ലെ, ഈ മരണം ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ പുറപ്പെടുവാനായിട്ട് ഇടയായി തീരും. നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളും തകർച്ചകളൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവവചന പ്രകാരം ജീവിക്കുവാൻ ഇടയായി തീരുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാനിടയാകും. നമ്മുടെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളിലൂടെ ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യണം, മഹത്വപ്പെടണം, പുകഴ്ച വരുവാനായിട്ട് ഇടയായി തീരണം. അതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ മഹത്വപ്പെടുവാനായിട്ട് ഇടയായി തീരും.
തകർച്ചകളിൽ അങ്ങനെ സംഭവിക്കാനിടയായിത്തീരും. അങ്ങനെ യേശു തന്റെ ശിഷ്യന്മാരും തങ്ങളുടെ സഹോദരിമാരുടെ അടുക്കലൊക്കെ എത്തിയ കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ വെച്ച് യേശു പറഞ്ഞു, അവനെ വെച്ച സ്ഥലം എവിടെയാ എന്ന് പറഞ്ഞു. അപ്പോ മർത്ത പറഞ്ഞു, അവൻ മരിച്ച് എന്ത് ചെയ്തു, 4 നാളായി, ഇപ്പൊ നാറ്റം വെച്ച് കാണും. അപ്പൊ യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ഇടയാകും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പൊ അവള് വിചാരിച്ചത് ഇപ്പോഴുള്ള കാര്യങ്ങളല്ല, എല്ലാവരും മരണത്തിന് ശേഷം അന്ത്യനാളിൽ എല്ലാവരും ഉയർപ്പിക്കും, അന്ന് അവൻ ജീവിക്കും, ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാഴ്ചപ്പാടിലാണ് മറിയ പിന്നീട് പറയുവാനൊക്കെ ഇടയായിത്തീർന്നത്, മർത്ത പറയുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ വീണ്ടും യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, ഞാൻ പുനരുത്ഥാനം ജീവനുമാകും. പുനരുത്ഥാനം എന്ന് പറയുന്നത് മർത്ത വിചാരിച്ചതായ ആ പുനരുത്ഥാനം. ജീവിതം എന്ന് പറയുന്ന ജീവൻ എന്ന് പറയുന്നത് ഇന്ന് ജീവിക്കുന്ന ജീവനാണ്. അതിന്മേൽ അധികാരമുള്ളവനാണ് യേശു ക്രിസ്തു. അപ്പം മർത്ത പറയുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മരിച്ചിട്ട് 4 നാളായി, നാറ്റം വെച്ചു. ഇപ്പൊ 2 കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയേണ്ടത്. നാറ്റം വെച്ചതായ വിഷയമാണ് അല്ലെ. നാട്ടിലെ, വീട്ടിലെ, സഹോദരങ്ങളുടെ ഇടയിൽ, ബന്ധുക്കളുടെ ഇടയിൽ, കൂട്ടുകാരുടെ ഇടയിൽ, പല നിലകളിൽ നമ്മുടെ ജീവിതം നാറ്റം വമിച്ച നിലയിൽ, അയ്യോ എന്ന് പറയത്തക്ക നിലയിൽ, ദുഃഖത്തിന്മേൽ ദുഃഖം വരുന്ന നിലയിൽ, വിഷയം ഒരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത നിലയിൽ, ലാസറിന്റെ ജീവിതം അവസാനിച്ചു, ഇനി ഒന്നുമില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം പ്രത്യേകതയുണ്ട്. എന്താണ് യേശുക്രിസ്തു പറഞ്ഞത്? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ നമുക്ക് ദൈവവചനപ്രകാരം ജീവിക്കുകയും ദൈവവചനപ്രകാരം വിശ്വസിക്കുകയും ചെയ്ത് കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ ലാസറിന്റെ ജീവിതത്തിൽ കാണുവാനിടയായി തീർന്നു. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് ലാസറിനെ ജീവിപ്പിക്കുവാൻ, മരണത്തിൽ നിന്ന് വിടുവിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ അവരോട് കൂടെ ഇരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഈ കല്ലറ എന്ന് പറയുന്നത് നമ്മെ വളരെ ആശ്വാസവും പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. ഏത് വിഷയമായിക്കൊള്ളട്ടെ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആ വിഷയത്തിന്മേൽ ചലനം നടക്കുവാനായിട്ടിടയാകും. ചുറ്റും കെട്ടിയിരിക്കുക, എങ്ങനെയാണ് എഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത് നമുക്ക് മാനുഷികമായ രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ലാസർ പുറത്തു വരുവാൻ ഇടയായിത്തീർന്നു, ജീവനോടെ പുറത്തു വരുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ അകപ്പെട്ട വിഷയത്തിൽ നിന്ന് പുറത്തു വരുത്തുവാൻ ഒരാൾക്കേ കഴിയുകയുള്ളൂ, അത് കർത്താവാണ്. കടക്കടിയിലായിരിക്കുകയാണെങ്കിലും വലിയ പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും അതിൽ പുറത്തു വരിക എന്ന് പറഞ്ഞ് വിളിച്ച് പുറത്തു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. അതുപോലെ തന്നെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയാകണമെങ്കിൽ, വിഷയങ്ങളെ തകർച്ചകളുടെ നടുവിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ഇടയാകും. ഞാൻ 2ാമത്തെ കല്ലറ, തിരുവഴുത്തിലെ 2ാമത്തെ കല്ലറയാണ്. 1ാമത്തത് എലീശയുടെ കല്ലറ, 2ാമത്തത് ലാസറിന്റെ കല്ലറ, 3ാമത്തത് യേശുവിന്റെ കല്ലറ. നമ്മെ ആദ്യം പറയുവാനിടയായി തീർന്നുവല്ലോ, ഈ ലോകത്തിലെ ഒത്തിരി മഹാന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരൊക്കെ മരിച്ചു. അവർ മരിച്ച് ഇന്ന് നമുക്കറിയാം, ഗാന്ധിജിയെ പോലെ ലോകത്തിലെ മഹാന്മാരൊക്കെ മരിച്ച് കല്ലറകളൊക്കെ ഇന്ന് വളരെ വളരെ ആദരവോടെ ഇന്ന് കാത്തു സൂക്ഷിക്കുക. ഒത്തിരി പൈസ ചെലവാക്കി വലിയ തോട്ടങ്ങൾ ഉണ്ടാക്കി, താജ്മഹലും അതുപോലെ തന്നെ അങ്ങനെ മഹാന്മാരുടെ കല്ലറകളൊക്കെ ഒത്തിരി സ്ഥലം ഒക്കെ എടുത്ത് അത് വളരെ മനോഹരമായ നിലകളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ചെറിയവരും വലിയവരുമായിരിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ യേശുവിന്റെ കല്ലറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കല്ലറ ഇന്ന് തുറന്നിരിക്കുകയാണ്. ഈ ലോകത്തിലെ പാട്ടുകാർ, ഞങ്ങളുടെ ഇടയിൽ ഒരു പാട്ടുണ്ട്, ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. എന്നാൽ നമ്മുടെ ഉന്നതൻ യേശു മാത്രം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇപ്പൊ യേശുവിന്റെ കല്ലറയുണ്ട്. യേശുവിന്റെ കല്ലറയുടെ പ്രത്യേകത, കുരിശിൽ തറച്ച സ്ഥലത്തിന്റെ അടുത്ത് തന്നെയാണ് ആ കല്ലറ. ആ കല്ലറയ്ക്ക് പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ആരെയും ഇതുവരെ വെച്ചിട്ടില്ല, ഒരു പുതിയ കല്ലറയാണ്. പിന്നെ അത് പാറയിൽ വെട്ടിയെടുത്ത കല്ലറയാണ്. 3ാമത്തേത്, ആ കല്ലറയ്ക്ക് ഒരു തോട്ടവും ഉണ്ടായിരുന്നു. ആ കല്ലറയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആളുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന നിലയിലുള്ള കല്ലറയായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കല്ലറ മാത്രമേ തുറന്നിരിക്കുന്നുള്ളൂ. കല്ലറ എന്ന് പറഞ്ഞാല് ശരീരം അടക്കുവാനുള്ള സ്ഥലത്തെയാണ് കല്ലറ എന്ന് പറയുന്നത്. അപ്പോ ലോകത്തിലെ മഹാന്മാരുടെ കല്ലറകളൊക്കെ ഇന്ന് അടഞ്ഞു കിടക്കുക. ലോകത്തിലെ അത്ഭുതങ്ങളായിരിക്കുന്ന പിരമിഡുകളുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുക. ചിലപ്പോൾ തുറന്നിട്ടുണ്ടാകും, പക്ഷെ അവിടെ അസ്ഥികളായി അല്ലെങ്കിൽ അസ്ഥികളില്ലാത്ത നിലയിൽ ചില അവശിഷ്ടങ്ങൾ മാത്രം നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ യേശുവിന്റെ കല്ലറയിൽ മാത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ചരിത്രത്തിൽ, ബൈബിൾ എന്ന് പറയുന്നത് ചരിത്ര ഗ്രന്ഥമാണ്. ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പല പ്രിയപ്പെട്ടവരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ യേശുവിന്റെ കല്ലറ എന്ന് പറയുന്നത്, യേശുവിനെ മരിച്ചു, കല്ലറയിൽ അടക്കി, അത് വാസ്തവമാണ്. പക്ഷെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുക. അപ്പൊ യേശുവിന് കല്ലറയുണ്ട്, വാസ്തവമാണ്. പക്ഷെ അവൻ അവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, കല്ലറയിൽ അവനെ അടക്കുവാനിടയായി, 3ാം ദിനം ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായി. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മരിക്കുവാനിടയായി തീർന്നത്. അവന്റെ മരണം ഒരു യാഗമായിരുന്നു. രക്തസാക്ഷിത്വമോ അല്ലെങ്കിൽ അപകട മരണമോ പലവിധമായിട്ടുള്ള നിലകളിൽ വധശിക്ഷയോ അല്ല. പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് പോലെ, തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടതുപോലെ അനേകരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു തന്റെ ജീവനെ യാഗമാക്കുവാനിടയായി തീർന്നു. അത് വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ, പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനാണ് തന്റെ ജീവനെ യാഗമാക്കുവാനിടയായി തീർന്നത്. അത് വിശ്വസിച്ച് നമ്മുടെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ ആ സമയം തന്നെ സൗജന്യമായി ഒരു കർമ്മങ്ങളും ചെയ്യാതെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനിടയാകും. ദൈവത്തിൽ നിന്ന് സകലത സൗജന്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാപക്ഷമയും സൗജന്യമാണ്.
ആ പാപക്ഷമ നാം ഒന്നും ചെയ്യാതെ, ഒരു കർമ്മം ചെയ്യാതെ അമ്മേ നമുക്ക് യേശുവിലുള്ള വിശ്വാസ മുഖാന്തരം കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും താൻ ചൊരിഞ്ഞ രക്തത്താൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവമുമ്പാകെ വിശുദ്ധരായി തീരുവാനായിട്ട് ഇടയാകും. അപ്പോ ഇതിനു വേണ്ടിയാണ്, പാപികളെ രക്ഷിക്കുവാനാണ് യേശു കുരിശിൽ മരിച്ചത്. മാനവജാതിയുടെ മുഴുവൻ പാപങ്ങൾക്കും പരിഹാരം വരുത്തിയ യാഗമായി തീർന്ന ആ യാഗത്തിൽ വിശ്വസിച്ച് പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുവാൻ ഇടയായി തീർന്നാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് ദൈവമുമ്പാകെ വിശുദ്ധരായി തീരും. സ്വർഗത്തിനും ദൈവത്തിനും നമ്മെ അകറ്റിയതായിരിക്കുന്ന പാപങ്ങളെ അങ്ങനെ നമ്മിൽ നിന്ന് മാറുവാനായിട്ട് ഇടയാകും. അങ്ങനെയുടെ ഉള്ളത്തിൽ ദൈവത്തിന് വസിക്കുവാനാണ് ദൈവികമായ പദ്ധതി. ഒരു മനുഷ്യനെ ഉണ്ടാക്കിയതിന്റെ പുറകിൽ ദൈവത്തിന് തമ്മിൽ വസിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇമ്മാനുവേലായി, ദൈവം നമ്മോട് കൂടെ വസിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ നമ്മുടെ ഉള്ളത്തിൽ വസിക്കുവാനിടയാകും. ദൈവത്തിന്റെ ആത്മാവ് ആരിൽ വസിക്കുന്നുവോ ആ വ്യക്തിയിൽ ആത്മാവ് വീട് ജനിപ്പാനിടയാകും. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുവാനിടയായിത്തീരും. അന്ന് പ്രാപിക്കുന്ന ജീവനാണ് നിത്യജീവൻ. അന്ന് ആത്മാവിന് രക്ഷ വരുവാനിടയാകും, വീട് ജനിപ്പാനിടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവ് ആരിലുണ്ടോ അവരെല്ലാം ദൈവത്തിന്റെ മക്കളാകും. ലോകത്തിലുള്ളവരെല്ലാം സൃഷ്ടിപരമായ എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ അല്ലെ, നമ്മുടെ അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? എന്റെ മക്കളുടെ പ്രായമുള്ളവരൊക്കെ പറയും അപ്പച്ച, പപ്പ, ഡാഡി എന്നൊക്കെ പറയും. അവരൊന്നും പ്രായത്തിന്റെ ബന്ധത്തിൽ ബഹുമാനത്തോടെ പറയുന്നതാ. പക്ഷെ മക്കള് സ്വന്തം ബ്ലഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതുപോലെ ദൈവത്തിന്റെ ആത്മാ മുഖാന്തരം നാം ദൈവത്തിന്റെ മക്കളായി തീരും. നമുക്ക് ദൈവത്തിന്റെ സാക്ഷാൽ ദൈവ മക്കളായി തീരുവാനായിട്ട് ഇടയാം. അങ്ങനെ ദൈവത്തിന്റെ കൂട്ടാവകാശികളാക്കി തീർക്കുവാനാണ് യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമുള്ളവരായി തീരുവാൻ. ഞാൻ പറഞ്ഞ യേശുവിന്റെ കല്ലറയാണ്. ആ കല്ലറ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു, അവൻ നമ്മുടെ ഉള്ളത്തിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്നവൻ നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നു. 2 3 പേരെ നമ്മൾ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിലും കർത്താവ് വസിക്കുവാനിടയായിത്തീരും. ആ വാഗ്ദത്തത്തെ നമുക്ക് ആ കല്ലറകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കും ഇതുപോലെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, എന്നേക്കും ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട് എന്ന് കല്ലറ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പ്രത്യാശ അതാണ്. മരണത്തെ ജയിക്കുന്ന ഒരു വലിയ അവസ്ഥയിലേക്കാണ് യേശുവിലൂടെ, യേശു വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും, ആ നിലയിലേക്ക് പോകുവാനിടയാണ്. അപ്പൊ 3ാമത്തെ കല്ലറയാണ് യേശുവിന്റെ കല്ലറ. 4ാമത്തെ കല്ലറ എന്ന് പറയുന്നത് സ്നാനമാണ്, ജ്ഞാനസ്നാനം അല്ലെങ്കിൽ മാമോദിസ. മാമോദിസ മുങ്ങുക എന്ന് പറയുന്നുണ്ട്. മുങ്ങിയിട്ടുണ്ടോ എന്ന് നാം ശ്രദ്ധിപ്പാനായിട്ട് ഇടയായിത്തീരും. മാമോദിസ മുങ്ങിയില്ലെങ്കിൽ നരകത്തെ പോകുവാനിടയാകും. അതുകൊണ്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എങ്ങനെയൊക്കെ എന്ത് ചെയ്യണം? മാമോദിസ മുക്കണം എന്ന് പറയും. കാരണം അവർ നരകത്തെ പോകുവാനിടയാകും. അപ്പൊ സ്നാനപ്പെട്ടില്ലെങ്കിൽ, മാമോദിസ മുങ്ങിയില്ല എങ്കിൽ നരകത്തിൽ പോകുവാനായിട്ട് ഇടയാകും. സ്നാനം എന്ന് പറയുന്നത് സംസ്കൃത വാക്ക. അതിന്റെ ശരിക്ക് പച്ച മലയാളം എന്ന് പറയുന്നത് മുങ്ങുക എന്നുള്ളതാണ്. മുങ്ങുക. നമ്മൾ ആത്മീയകോളത്തിൽ 2 സംസ്കൃത വാക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് സ്തോത്രം, അത് ദൈവത്തിന് നന്ദി പറയുക. രണ്ടാമത്തേത് സ്നാനം എന്നുള്ളത്, അത് സംസ്കൃത വാക്ക, മലയാളം മുങ്ങുക എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാമോദിസ മുങ്ങുക എന്ന് പറയുവാനായിട്ട് ഇടയാ. മുങ്ങുന്നത്. മാമോദിസ മുങ്ങിയില്ല എങ്കിൽ നരകത്തിൽ പോകും. പല നിലകളിലുള്ള മാമോദിസ മുങ്ങൽ പരിപാടികളുണ്ട്. അത് ദൈവം അനുവദിക്കുന്നില്ല. യേശുക്രിസ്തു എങ്ങനെയാണോ, ആദിമ സഭ എങ്ങനെയാണോ മാമോദിസ മുങ്ങിയത്, അതുപോലെ മുങ്ങുവാനായിട്ട് ഇടയാണ്. റോമലേഖനം അതിന്റെ 6ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്നാനത്താൽ നാം അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനത്താൽ നാം അവനോട്, ആ റോമലേഖനം 6ാം അധ്യായം 4ാമത്തെ വാക്യത്തിൽ പറയുക, നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ. അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരുന്നതാണ് സ്നാനം. അപ്പോൾ സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. മരിച്ച ഒരാളെ കുഴിച്ചിടുക. അപ്പോൾ മാനസാന്തരപ്പെട്ട ഒരാളെ ആണ് കുഴിച്ചിടേണ്ടത്. അപ്പം സ്നാനത്താൽ സംഭവിച്ചത് എന്താണ്? സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോ കല്ലറയിൽ അടക്കിയതുപോലെ സ്നാനത്തിൽ എന്ത് നടക്കണം? മുങ്ങുന്ന ആ ഒരു വാക്ക് പോലെ തന്നെ അർത്ഥം വരുന്നതായ ഒരു കാര്യമാണ് കുഴിച്ചിടുക. നമുക്കറിയാം, എന്റെ ബോഡി, ഞാൻ മരിച്ചാൽ എന്റെ ബോഡി എന്ത് ചെയ്യും? ഒരു പെട്ടിയിലാക്കി കല്ലറയിൽ അടക്കുവാനായിട്ടിടയാം. അതിനെയാണ് നമ്മൾ കുഴിച്ചിടുക എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ, ചില ഏരിയകളിലൊക്കെ ഇരുത്തിയിട്ട് കുഴിച്ചിടുന്നത് കാണുവാനായിട്ട്. എന്തായാലും ഇതിൽ കുഴിച്ചിടുന്ന ഒരു കാര്യത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് എന്താണ്? അവനോട് കൂടെ കുഴിച്ചിടപ്പെടുക. അപ്പം നമുക്ക് സ്നാനത്തെക്കുറിച്ച് പത്രോസ് പറയുന്ന കാര്യമുണ്ട്. 1 പത്രോസ് 3ാം അധ്യായത്തിലായിരിക്കും വെള്ളത്തിലൂടെ കടന്ന രക്ഷ പ്രാപിച്ച നോഹയുടെ ആ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെള്ളത്തിലൂടെ അല്പജനം രക്ഷപ്പെടുവാനായിട്ട് ഇടയായിരുന്നു. അപ്പം അതിൽ എങ്ങനെയാണ് വെള്ളത്തിലൂടെ കടന്ന് രക്ഷ പ്രാപിച്ചത്? സ്നാനത്തിന് മുൻകൂറിയായിട്ട് 2 കാര്യമാണ് എന്ന് പറയും. 1 ചെങ്കടലിലൂടെ, 2 നോഹയുടെ കാലത്ത് ആകാശത്തിന്റെ കിളിവാതികൾ തുറന്നു, നിരന്തരമായി മഴ പെയ്തു, ആഴിയുടെ ഉറവുകൾ തുറന്നു. അങ്ങനെ വെള്ളത്താൽ കയറി അതിനകത്ത് ദൈവം പെട്ടകമൊരുക്കി. ആ പെട്ടകത്തിൽ കയറിയവരെല്ലാം രക്ഷ പ്രാപിക്കുവാനിടയായിരുന്നു. അത് കൊള്ളക്കാരൻ കയറിയാലും, കള്ളം കയറിയാലും, വ്യഭിചാരി കയറിയാലും, ഏത് സ്വഭാവമുള്ള ആൾ കയറിയാലും ആ പെട്ടകത്തിൽ കയറിയിരുന്നുവെങ്കിൽ രക്ഷ പ്രാപിക്കുവാനിടയാകും. അവന്റെ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ടല്ല, ദൈവത്തിൽ അവൻ വിശ്വസിച്ചു. ഇങ്ങനെ ഒരു കാര്യം നടക്കും, ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കും, ഇത് കയറിയവരെല്ലാം രക്ഷ പ്രാപിക്കും. പെട്ടകം പണിയുവാനായിട്ട് 116 വർഷം എടുത്തു. അത്രയും വർഷം അവരോട് പറഞ്ഞു, ദൈവം ഇങ്ങനെ നശിപ്പിക്കും, ഈ പെട്ടകത്തിൽ കയറിയവർ രക്ഷ പ്രാപിക്കും. എന്നാൽ ആരും കയറിയില്ല. നോഹയും നോഹയുടെ 3 ആൺമക്കളും അവരുടെ മരുമക്കളും മാത്രമേ അത് കയറിയുള്ളൂ. പിന്നെ കുറെ മൃഗങ്ങളും കയറുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് ആ വെള്ളത്തിലൂടെ കടന്ന് രക്ഷ പ്രാപിച്ച കാര്യത്തെക്കുറിച്ച് പറയുക. അവരെ ചുറ്റിലും വെള്ളമായിരുന്നു. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു,
വെള്ളം, മഴ പെയ്യുന്നു, ചുറ്റും വെള്ളം, എന്നാൽ ആ പെട്ടകത്തിൽ കയറി ഇവർ രക്ഷ പ്രാപിക്കുവാനിടയായി. വെള്ളത്തിലൂടെ കടന്ന് രക്ഷ പ്രാപിച്ചു എന്നാണ് പറയും. അതുപോലെ തന്നെയാണ് 1 കൊരിന്ത്യർ ലേഖനത്തില് ചെങ്കടലിലൂടെ കടന്ന്, വെള്ളത്തിലൂടെ കടന്ന് രക്ഷ പ്രാപിച്ചവരെ കുറിച്ച് പറയുന്നു. ചെങ്കടലിലൂടെ കടന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെ അനുഗമിച്ച മരുഭൂമിയിൽ മേഘത്തണലൊരുക്കി, അവർക്ക് മേഘത്തണലൊരുക്കിയ മേഘത്തെ കാണുവാനായിട്ട് കഴിയും. ചെങ്കടലിൽ വഴി തുറന്നപ്പോൾ ഇരു സൈഡിലും വെള്ളം ചിറ പോലെ കെട്ടി അവർ വെള്ളത്താൽ ചുറ്റപ്പെടുവാനിടയായി. വെള്ളമുള്ള മേഘങ്ങളാണെന്ന് നമുക്ക് ആ തിരുവഴുത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ വെള്ളത്തിലൂടെ കടന്ന് അവർ രക്ഷ പ്രാപിച്ചു. ഫറവോന്റെയും സൈന്യത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് അവർ ചെങ്കടൽ കടന്ന് മോശയോട് ചേർന്ന് വരുവാനായിട്ട് ഇടയായി. അങ്ങനെ വെള്ളത്തിലൂടെ കടന്ന് അവർ രക്ഷ പ്രാപിക്കാനിടയായി. ഫറവോനെ നമുക്ക് കാണിക്കുന്നത് പിശാചാണ്. സൈന്യം എന്ന് പറയുന്നത് അന്ധകാര ശക്തികളും പാപ സ്വഭാവത്തിന്റെ ശക്തിയുമൊക്കെയാണ്. അതിൽ നിന്നെല്ലാം യേശുവിലൂടെ വിടുതൽ അനുഭവിച്ച് നമുക്ക് കർത്താവിനോട് ചേരുവാനാണ് വെള്ളത്തിലൂടെ കടന്ന് നാം രക്ഷ പ്രാപിക്കാനിടയായത്. പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, പാപത്തിന് ശിക്ഷയായ നിത്യമായ നരകത്തിൽ നിന്നും നമ്മെ വെള്ളത്തിലൂടെ കടന്ന് രക്ഷ പ്രാപിക്കുവാൻ. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് വെള്ളത്തിലൂടെ കടന്ന് രക്ഷ പ്രാപിക്കുക. ഈ ശരീരത്തിന്റെ അഴുക്ക് കളയാനുള്ളതല്ല സ്നാനം. യേശുവിന്റെ മരണത്തിനെയും അടക്കത്തിനെയും പുനരുത്ഥാനത്തിനെയും ഏകീഭവിക്കുന്ന പങ്കാളിയായി തീരുന്നതാണ് സ്നാനം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ സ്നാനം എന്ന് പറയുന്നത്, മാമോദീസ മുങ്ങുക എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. യേശുവിനെ ദൈവമെന്നും എന്റെ പാപത്തിന് അവൻ പരിഹാരം വരുത്തിയെന്നും എന്റെ പാപം മോചിച്ചു തന്നുവെന്നും അവൻ ഇനിയും വീണ്ടും വരുമെന്നും അവൻ എന്റെ ഉള്ളിൽ വസിക്കുമെന്നും ഇത് വിശ്വസിക്കുന്ന ആ കാര്യങ്ങളെ പൊതുവായി പരസ്യമായി സാക്ഷ്യം പറയുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതായ കാര്യമാണ് സ്നാനം. ആ സ്നാനത്തിൽ പിതാവായ ദൈവം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് എല്ലാ മണ്ഡലങ്ങളിലും വാക്കും ഭാഷണമില്ലാതെ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ ലോകമെങ്ങും പോയി എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ എന്ത് ചെയ്യണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം. എന്നിട്ട് ഞാൻ കൽപ്പിച്ച പ്രമാണമൊക്കെയും ഉപദേശിച്ച് അവരെ ശിഷ്യരാക്കണം. അപ്പോൾ സുവിശേഷം കേട്ട് വിശ്വസിച്ച് വരുന്നവരെ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം. മാമോദീസ മുങ്ങുവാനായിട്ട് ഇടയാകണം. അല്ലെങ്കിൽ മറ്റൊരു വാക്ക് ജ്ഞാനസ്നാനം, അറിവ് വന്നതിന് ശേഷമുള്ള മുങ്ങുന്ന അനുഭവം. ചെറിയ കുഞ്ഞുങ്ങൾ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാണ്. അപ്പോ ചെറിയ കുഞ്ഞുങ്ങൾക്ക് സ്നാനം ആവശ്യമില്ല. അപ്പോ ചെറിയ കുഞ്ഞുങ്ങൾക്കും വേണ്ട, പിന്നെ വലിയവർക്കും വേണ്ട. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് സ്നാനം കൊടുക്കുവാനിടയാകും. അപ്പോൾ മുതിർന്നവർക്കല്ല സ്നാനം, ആർക്കാണ്? കുഞ്ഞുങ്ങൾക്കും അല്ല സ്നാനം, ആർക്കാണ്? വിശ്വസിക്കുന്നവർക്ക്. യേശു ദൈവമെന്നും അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി, അവൻ എന്റെ രക്ഷകനാണ്, എന്റെ കർത്താവാണ്, അവനെ ഹൃദയത്തിൽ അങ്ങനെ ദൈവമായി സ്വീകരിച്ചവരെ എന്ത് ചെയ്യണം? പരസ്യമായി അത് പ്രഖ്യാപിക്കുന്നതാണ് സ്നാനം. അവനോട് ചേരുന്നതാണ് സ്നാനം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുക. അപ്പോ അവനോട് അവന് സ്നാനത്താൽ നാം അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പൊ 4-ാമത്തെ തിരുവഴുത്തിലെ അത്ഭുതകരമായ കല്ലറ എന്ന് പറയുന്നത് വെള്ളത്താൽ നമ്മൾ സ്നാനപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തെ, പാപം ചെയ്ത പഴയ മനുഷ്യനെ എന്ത് ചെയ്തിരിക്കുക? കുഴിച്ചിടുകയാണ്. മരിച്ചവനെ കുഴിച്ചിടണം. അതൊരു നിയമമാണ്. മാനസാന്തരപ്പെട്ട വ്യക്തിയെ വെള്ളത്തിൽ അടക്കുവാനായിട്ട് ഇടയായിത്തീരണം. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് പോലെ, എന്നേക്കും ജീവിച്ചിരിക്കുന്ന പോലെ നാം ജീവന്റെ പുതുക്കത്തിൽ പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ വ്യക്തിയായി നാം ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇതാണ് സ്നാനം എന്ന് നമുക്ക് കാണുവാനായിട്ട്. കുറച്ചധികം മുന്നോട്ട് പോകുവാനിടയായി. ഞാൻ വളരെ ഇനി ആവർത്തിച്ച് പറയുന്നില്ല. ഇങ്ങനെ തിരുവഴുത്തിലെ 4 കല്ലറയാണ്. 1 എലീശായുടെ, 2 ലാസറിന്റെ കല്ലറ, 3 യേശുവിന്റെ കല്ലറ, 4 സ്നാനം എന്ന് പറയുന്ന വെള്ളത്തിലുള്ള കല്ലറ. ഇതിനൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപ്പോൾ അതിൽ നിന്നെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവശക്തിയായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ മുന്നേറ്റവും അനുഗ്രഹങ്ങളും വിടുതലുകളും നൽകുവാൻ ഇടയായി തീരട്ടെ. ഞാൻ അങ്ങനെ കർത്താവിൽ ആഗ്രഹിക്കും, അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.